വിനീതമായ നമസ്കാരം. വിജയരാജ മല്ലിക എന്ന് പറയുന്നതിനേക്കാൾ എനിക്ക് മല്ലിപ്പൂവാണ് വിജയ എന്ന് ഞാൻ ആദ്യമേ പറയട്ടെ. കാരണം മല്ലിപ്പൂ എന്ന് വിളിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ തുടക്കങ്ങളിലെ ആ ഒരു സൗഹൃദം പൂത്തത് എന്ന് വേണമെങ്കിൽ പറയാം. മല്ലിക ഈ ഒരു പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങുമായി ബന്ധപ്പെട്ട് എന്നെ വിളിച്ചപ്പോൾ അതിന് യാതൊരു തടസ്സവും പറയാതെ ഞാൻ എത്തിച്ചേരാം മല്ലി എന്ന് എനിക്ക് പറയേണ്ടതായി വന്നത് അവരോടുള്ള ഒരു ആഴമായ ബന്ധത്തിന്റെ പേരിലാണ്. കാരണം മല്ലിക എപ്പോഴും ബന്ധങ്ങൾക്ക് ഏറെ വില കൊടുക്കുന്ന ഒരു വ്യക്തിത്വമാണെന്ന് അവരുടെ ഒരു സംസാരത്തിൽ നിന്നും അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റങ്ങളിൽ നിന്നും ഞാൻ നിരീക്ഷിച്ച ഒരു സംഗതിയാണ്. മല്ലികയുടെ ഈ പുസ്തകം ഇതിന് എന്നെ വിളിച്ചതിൽ അതീവ സന്തോഷമുണ്ട്. ഇന്നിവിടെ ആയിരിക്കാൻ കഴിയുന്നതിൽ അതിലേറെ അഭിമാനവുമുണ്ട്. മത്തമയൂരം എന്ന ഈ പുസ്തകത്തിൽ ഏതാണ്ട് 9 കഥകളാണ് ഉള്ളത്. ഈ പുസ്തകം മുഴുവൻ ഞാൻ വായിച്ചു. മുൻപ് സാറ് സൂചിപ്പിച്ചതുപോലെ നമ്മളെ എവിടെയും തടഞ്ഞു നിർത്താത്ത ഒരു ഒഴുക്കിന്റെ ഒരു ആഖ്യാനത്തിന്റെ ശൈലി ഈ എല്ലാ കഥകളിലും എനിക്ക് കാണുവാൻ ഇടയായി. അതിന് ഒരു ഭംഗവും സംഭവിക്കാത്ത തരത്തിലാണ് എൻ്റെ വായനയും ഞാൻ നടത്തിയത്. ഇടയ്ക്ക് നിർത്തേണ്ടി വന്നെങ്കിലും അത് പിന്നീട് തുടരെ വായിക്കാനുള്ള ആവേശം ഉണ്ടായത് മല്ലിയുടെ ഒരു ആഖ്യാന ശൈലി കൊണ്ടാണ് എന്ന് എനിക്കിവിടെ പറയാൻ പറ്റും. ഇതിലുള്ളത് ആശംസയായ വൈശാഖൻ മാഷിന്റെ ആശംസയോടൊപ്പം 9 കഥകൾ ചേർന്നിട്ടുള്ളതാണ് ഈ ഒരു മത്തമയൂരം എന്ന കഥാസമാഹാരം. നമ്മളുടെ കഥയുടെ ആദ്യത്തെ പണ്ടുള്ള കഥാസമാഹാരങ്ങൾ തൊട്ട് ഇന്ന് കഥ അല്ലെങ്കിൽ ചെറുകഥ എത്ര വരെ എത്തിയിരിക്കുന്നു, അതിൻ്റെ ഒരു കാലയളവ് ഏകദേശം 150-160 വർഷത്തോളം പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഒരു കാലയളവ് ഞാൻ ഈ മത്തമയൂരം വായിച്ചപ്പോൾ അതിന് പിറകിലേക്കായിട്ട് സഞ്ചരിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഒരു 150 വർഷമായി കാണും ഏകദേശം ചെറുകഥ സൃഷ്ടികൾ നമ്മളുടെ മലയാള സാഹിത്യ ശാഖയിൽ ഉരുവായി തുടങ്ങിയിട്ട്. അപ്പോൾ ഇതിലുള്ള പുസ്തകത്തിലുള്ള ഈ 9 കഥകളെയും കുറിച്ച് ഞാൻ പറയുന്നില്ല, പക്ഷെ ചില കഥകളെ കുറിച്ച് 2-3 വാക്ക് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഇതിലുള്ളത് നടുക്കണ്ണാടി, ഓട്ടം, മത്തമയൂരം, ചലനം, ഋതുകന്യക, മോചനസ്വപ്നം, മൗന ശതാബ്ദങ്ങൾ, ദശാബ്ദങ്ങൾ, ആത്മബലി, റാണിയുടെ പുലിക്കുട്ടി. അപ്പം ഇതില് നടുക്കണ്ണാടിയിൽ ആദ്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഏറ്റവും തോന്നുക, അതായത് സുമവും അജയും എന്ന് പറയുന്ന 2 ക്യാരക്ടേഴ്സാണ്. അവർ യാത്ര ചെയ്യുകയാണ്. ഒരാൾ യാത്രക്കാരിയാണ്, മറ്റേയാൾ ഡ്രൈവറാണ്. അപ്പൊ അതിലുള്ള ഒരു ഉരുളയ്ക്ക് ഉപ്പേരി പോലെ ഈ ഒരു ഡ്രൈവർക്ക് കൊടുക്കുന്ന സുമം കൊടുക്കുന്ന മറുപടികൾ എന്നെ ഏറെ ആകർഷിച്ചു. അതിൽ അവസാനം മറുപടിയൊക്കെ നൽകുന്നുണ്ടെങ്കിലും സുമം അവസാനം ഒരു വാക്ക് ഈ കഥയുടെ അന്ത്യത്തിൽ പറയുന്നുണ്ട്: ഏത് വണ്ടിയിൽ കയറണം എന്ന് കയറുന്ന ആളുടെ താല്പര്യമാണ്, അത് ആ വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ്. അപ്പൊ ഈ ഒരു കഥയിൽ നിന്നും തന്നെ വ്യക്തി സ്വാതന്ത്ര്യം അത് എത്രമാത്രം വലുതാണെന്ന് മല്ലിക നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. രണ്ടാമത്തെ കഥയായ ഓട്ടം, എല്ലാ കഥകളെയും കുറിച്ച് ഞാൻ പറയുന്നില്ല. ഓട്ടത്തെ കുറിച്ച് ഓട്ടം വായിച്ചപ്പോൾ ഒരുപാട് ആസ്വദിച്ച് വായിച്ച ഈ ഒരു കഥകൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഒരുപാട് ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് സ്വയം ചിരിച്ച് വായിച്ച ഒരു കഥയാണ് ഓട്ടം എന്ന് ഞാനിവിടെ പറയട്ടെ. ഇത് ഞാൻ മല്ലികയോട് വന്നപ്പം ഈ ഓട്ടത്തിനെ കുറിച്ച് പറയുകയുണ്ടായി. അപ്പം ഞാൻ പറഞ്ഞു സ്റ്റേജിൽ അത് പറയാം. പറ്റില്ല, എനിക്ക് ഇവിടെ കേൾക്കണം, എന്താണെന്നൊന്ന് പറയാൻ എനിക്ക് ആകാംക്ഷയായി. അപ്പൊ ഞാൻ പറഞ്ഞു ഒന്നുമില്ല, ഈ ഓട്ടം എന്ന് പറയുന്ന ചെറുകഥ നാടകത്തിന്റെ രൂപത്തിലേക്ക് അവതരിപ്പിക്കാൻ എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു കഥയാണ്. അത്രയ്ക്ക് അതിനകത്ത് ക്യാരക്ടേഴ്സും വരുന്നുണ്ട്, ഒരുപാട് സന്ദർഭങ്ങളും അതിനകത്തുണ്ട്. അപ്പൊ അത് എന്നെ ഒരുപാട് ആകർഷിച്ച ഒരു കഥയാണ്. പിന്നീട്
പിന്നീട് നമ്മളുടെ മത്തമയൂരം, ഈ പുസ്തകത്തിൽ എൻ്റെ പേര് പോലെ തന്നെ അതിൽ മത്തമയൂരം എന്ന കഥയുണ്ട്. ഈ കഥയിൽ മയൂരയെയും മയൂഖയെയും സഹോദരികളാണ്. ഒരാൾ പാട്ടുകാരിയും മറ്റൊരാൾ എഴുത്തുകാരിയും. അവസാനം ഒരു സഹോദരി തന്നെ മറ്റൊരു സഹോദരിയെ വഞ്ചിക്കുന്നതാണ് കഥ. അപ്പം ഈ ഒരു കഥ ഞാൻ വായിച്ചു കഴിഞ്ഞ് കഥയുടെ ഓരോ പാർട്ടിലും എനിക്ക് ഒരു സിനിമയെ ഓർമ്മ വന്നു. ഇതാണ് നാദിയ കൊല്ലപ്പെട്ട രാത്രി എന്ന് പറയുന്ന സിനിമ തുടരെ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു ആ കഥ വായിച്ചപ്പോൾ. പക്ഷെ ചില ഭാഗങ്ങളിലൊക്കെ നമുക്ക് ആഴ്ന്നിറങ്ങി പോകേണ്ട ചില സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം ആ ഒരു കഥ വായിച്ചപ്പോൾ നാദിയ കൊല്ലപ്പെട്ട രാത്രി എന്ന സിനിമയെ എനിക്ക് അതിൽ കാണാൻ പറ്റി. പിന്നെ മൗന ദശാബ്ദങ്ങൾ എന്ന കഥയിൽ വ്യക്തിത്വത്തിനെ കുറിച്ചിട്ട് എഴുത്തുകാരി പറയുന്ന ഒരു സെന്റൻസ് ഉണ്ട്. എൻ്റെ വ്യക്തിത്വവും സത്വവും എൻ്റെ മാത്രം സ്വകാര്യതയാണ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ തന്നെ ആകണമല്ലോ. ഇന്ന് എല്ലാം ഉൾക്കൊള്ളാനാകുന്ന കടൽ പോലെയാണ് ഞാൻ. ഈ ജീവിത സന്ധിയിൽ ഞാൻ സന്തോഷവതിയാണ്, ഭാഗ്യവതിയാണ്, അതിലേറെ നിങ്ങളുടെ നിത്യപ്രണയിനിയാണ്. നമുക്ക് നമ്മുടെ പുതിയ പ്രഭാതങ്ങളെ വരവേൽക്കാം നമ്മളായി തന്നെ. അപ്പൊ ആ ഒരു സെന്റൻസ് നമ്മളുടെ മനസ്സിലേക്ക് എടുക്കുമ്പോൾ അതിൽ നമ്മളും കൂടെ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് എനിക്ക് വളരെ അധികം ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുള്ള ഒരു സംഗതിയാണ്. പിന്നീട് മറ്റു പല കഥകളും, റാണിയുടെ പുലിക്കുട്ടി എന്ന് പറയുന്ന കഥ, അത് ഒരുപാട് പറഞ്ഞതുപോലെ ഓട്ടം പറഞ്ഞതുപോലെ ഞാൻ ഒരുപാട് ആസ്വദിച്ച് വായിച്ച ഒരു കഥയാണ്. എനിക്ക് തോന്നുന്നു ഈ കഥകളിൽ ഏറ്റവും നീളം കൂടിയ ഒരു കഥ റാണിയുടെ പുലിക്കുട്ടിയാണെന്നാണ് എനിക്ക് മനസ്സിലായത്. പിന്നീട് ഈ ഒരു കഥാസമാഹാരത്തിലുള്ള പൊതു പ്രവണതയും കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. എല്ലാ കഥയിലും നമ്മളുടെ മല്ലി യാത്രകളെ കുറിച്ച് പറയുന്നുണ്ട്, പിന്നെ കാറിനെ കുറിച്ച് പറയുന്നുണ്ട്. 2-3 കഥകളിലൊക്കെ മോറിസ് മൈനർ കാറ് ഇങ്ങനെ തുടരെ അത് പ്രത്യക്ഷമാവുന്നുണ്ട് ഓരോ കഥയിലും. അതൊരു മഞ്ഞ കളർ കാറാണ്. അപ്പൊ എനിക്ക് മനസ്സിലായത് എഴുത്തുകാരിയുടെ കാറിനോടുള്ള ആ ഒരു എന്താ പറയുക വല്ലാത്തൊരു സ്നേഹം ആ ഒരു എല്ലാ കഥകളിലും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പിന്നീട് സ്വാതന്ത്ര്യത്തിന് വേണ്ടി ദാഹിക്കുന്ന ഒരു എഴുത്തുകാരിയാണ്. അത് അവരായിട്ട് തന്നെ ഉണ്ടാക്കിയെടുത്ത് അവരുടെ ഒരൊറ്റ എന്താ പറയുക ജീവിതം കൊണ്ട് മല്ലിക അത് നമുക്ക് മുൻപിൽ തുറന്നു വെച്ചിട്ടുണ്ട്, സ്വാതന്ത്ര്യം എന്താണെന്നുള്ളത്. പിന്നീട് ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ തന്നെ അംഗീകരിക്കാൻ പറ്റുന്ന ആളുകൾ അംഗീകരിച്ചാൽ മതി, ആ ഒരു നിലപാടുള്ള ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് മല്ലിക എന്ന് പറയാൻ, അല്ലെങ്കിൽ എഴുത്തുകാരി എന്ന് പറയാൻ തീർച്ചയായും അഭിമാനം എൻ്റെ ഉള്ളിലുണ്ട്. പിന്നെ അവരുടെ അന്തസത്ത എല്ലാ കഥകളിലും, ഓരോ കഥകളിലും ഞാൻ ഇങ്ങനെയാണ്, എന്നെ അങ്ങനെയായി അംഗീകരിക്കാൻ കഴിവുള്ള ആളുകൾ എന്നെ അംഗീകരിച്ചാൽ മതി എന്നുള്ള പറയാതെ പറയുന്ന ആ ഒരു തിരിച്ചറിവ് അല്ലെങ്കിൽ അറിവ് അവർ നമ്മൾക്കും കൂടെ അത് ഓരോ കഥയിലും പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ എല്ലാ കഥയുടെയും കിടിലൻ ക്ലൈമാക്സ്, ഒരു സിനിമാ കഥയെ വെല്ലുന്ന കഥകളാണ് മല്ലിക ഈ മത്തമയൂരത്തിൽ എഴുതുക എന്ന് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിച്ചോട്ടെ. കാരണം എല്ലാ കഥകളിലും അതിൻ്റെ ക്ലൈമാക്സ് നമ്മൾ വിചാരിക്കാത്ത തരത്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പൊ തീർച്ചയായും നിങ്ങളിത് വായിക്കുക തന്നെ വേണം. പല കഥകളിലും ഗെയും ലെസ്ബിയനും പിന്നെ മറ്റുള്ള സംഗതികളൊക്കെ നമ്മളുടെ ഇപ്പോഴത്തെ സമൂഹത്തിന്റെ എല്ലാ സംഗതികളും വരുന്നുണ്ടെങ്കിലും ആത്യന്തികമായി മല്ലിക ഈ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് മനുഷ്യൻ എന്ന സത്വത്തെ കുറിച്ചാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് മല്ലികയ്ക്കും ഈ ഒരു പുസ്തകത്തിനും മല്ലികയുടെ ഫാമിലിക്കും മല്ലിക കാത്തു സൂക്ഷിക്കുന്ന ബന്ധങ്ങൾക്കും എല്ലാ നിറവോടെയും സന്തോഷത്തോടെയും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഇനിയും